റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ കഴിയുന്നത് പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ തന്നെയെന്ന സൂചന. ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ചെന്നാണ് വിവരം. ഔദ്യോഗിക വാഹനം രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ തന്നെയാണുള്ളത്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. അതേസമയം പരാതിക്കാരിയായ യുവതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായി. യുവതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കും. കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫും മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. റോഷിപാലും ഇക്ബാൽ അറക്കലുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഇക്ബാലിലേക്ക് പോവുകയാണ്. ഇക്ബാൽ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സൂചനകൾ എന്ന് പറയുന്നത്, വാർത്തകൾ എന്ന് പറയുന്നത് രാഹുൽ കേരളം വിട്ടിട്ടുണ്ടാകാം എന്ന തരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം രാഹുൽ കേരളത്തിൽ തന്നെ ഉണ്ട്, പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ തന്നെ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നതാണോ? കീർത്തന, ആര്യ, രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാവിലെ 7:30 അവസാനമായി രാഹുലിന്റെ ഫോൺ ഓണാവുന്നത്. ഇത് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് ഏകദേശം 12-14 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ രാഹുൽ ഫോൺ ഓണാക്കുന്നത്. ആ സമയത്ത് ലഭിച്ചിട്ടുള്ള ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലായിരിക്കണം ഒരുപക്ഷെ പോലീസ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഈ ഫോൺ ഓണായ സമയത്ത് രാഹുൽ ചില ഫോണുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോളുകൾ ചെയ്തിട്ടുണ്ട്. അത് ഒരു അഭിഭാഷകനെ ഉൾപ്പെടെ രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനാണ് അഭിഭാഷകനുമായി ഫോണിൽ രാഹുൽ സംസാരിച്ചിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. തുടർന്ന് വീണ്ടും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. പാലക്കാട് ജില്ല രാഹുൽ എന്തായാലും വിടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയെ ബാധിക്കുമെന്നുള്ള നിയമോപദേശം രാഹുലിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഈ ഔദ്യോഗിക വാഹനം മാറ്റി സുഹൃത്തിന്റെ വാഹനത്തിലേക്ക് കയറി യാത്ര തിരിക്കുന്നത് അത് രാഹുലിന്റെ താമസ സ്ഥലത്ത് വെച്ച് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അത് ഈ MLA ഓഫീസിൽ നിന്ന് ഏകദേശം 500 മീറ്ററിൽ താഴെ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് രാഹുലിന്റെ താമസ സ്ഥലം എന്ന് പറയുന്നത്. ഇതിന് സമീപത്തായിട്ടാണ് ആദ്യഘട്ടത്തിൽ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ അവസാനമായി ടവർ ലൊക്കേഷനും കാണിച്ചിരുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് തന്നെ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ചതിന് ശേഷം പിന്നീട് സുഹൃത്തിന്റെ വാഹനത്തിൽ, അതായത് ഒരു സ്വിഫ്റ്റ് കാറിൽ കയറി രാഹുൽ യാത്ര ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ പാലക്കാട് നഗരം വിടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. ഏതായാലും രാഹുലിനെ പോലീസ് നിരീക്ഷിച്ചു വരുന്നു. രാഹുലിന്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ എല്ലാം പോലീസ് നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുലെ ഉടൻ തന്നെ പോലീസ് കണ്ടെത്തിയേക്കും. ആര്യ, കീർത്തന. ശരി, റോഷിപാൽ കൂടി വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, ഈ പെൺകുട്ടിയുടെ, യുവതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായി. മൊബൈൽ ഫോൺ ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മറ്റെന്തെല്ലാം തുടർ നടപടികൾക്കാണ് അന്വേഷണ സംഘം ഇനി ഒരുങ്ങുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി ഇന്നലെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന്റെ മുന്നിൽ രേഖപ്പെടുത്തി. ഒപ്പം തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഇനി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിനെതിരെയുള്ള തെളിവുകളൊക്കെ ഡിജിറ്റൽ തെളിവുകൾ, അത് ടെലിഗ്രാം ചാറ്റുകളും വാട്സപ്പ് ചാറ്റുകളുമാണ്. അത് സംബന്ധിച്ച തെളിവുകൾ, അത് യഥാർത്ഥ തെളിവുകളിലേക്ക് എത്താൻ ഒപ്പം ചില തെളിവുകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതൊക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ അടക്കം പിടിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഉദ്യമമാണ് പോലീസിന് മുന്നിലുള്ളത്. ഏതായാലും പോലീസ് ഒരു ഭാഗത്ത് അന്വേഷണം സജീവമാക്കുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ കൂടി മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കമാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച കാര്യം ഈ യുവതി സുഹൃത്തുക്കളോട്, ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മൊഴി ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. അവർ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായി മാറുകയും ചെയ്യും. നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിനു ശേഷം ആ യുവതിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടറിയുന്ന സുഹൃത്തുക്കളായ പെൺകുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മൊഴി കൂടിയാണ് രേഖപ്പെടുത്തുക. അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് പോവുക. മൊഴിയെടുക്കുന്നത് ഒരു പോലീസിന്റെ പ്രത്യേക സംഘമാണ്. അവർ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള തെളിവ് ശേഖരണം അടക്കമുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ മറ്റൊരു സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെയും ഈ കേസിലെ പ്രതിയായ ജോബിയെയും, രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും യുവസംരംഭകരുമായ ജോബിയെയും കണ്ടെത്താനുള്ള ശ്രമം സജീവമാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഏറെ വൈകാതെ രാഹുൽ പിടിയിലാകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അവർ ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഒരുപക്ഷെ ഈ യുവതിയുടെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന.
ശരി, എന്തായാലും രാഹുലിനായി വല വിരിച്ചിരിക്കുകയാണ് പോലീസ്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴിയെടുക്കും. തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം. ആറോഷി ബാലും ഇക്ബാൽ അറക്കലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.